ആ ഹലോ. ഓക്കെ. വെയിറ്റ് ചെയ്യണോ? എന്നാ തുടങ്ങണോ? എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഫോണ് ലിങ്ക് ഇങ്ങനെ കേറാൻ പറ്റി. ഫോൺ അപ്ഡേഷൻ നടക്കുന്ന കാരണം കേറാൻ പറ്റിയില്ല. അത് വെയിറ്റ് ആണ്. ഇനി വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ കോൾ ചെയ്തോ. ആ, ആ. ചെയ്തോ? ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല തോന്നുന്നു. നമുക്ക് തുടങ്ങാം. ആ, ഒരു മിനിറ്റ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الخمر والميسر، قل فيهما اسم كبير ومنافع للناس واسمهما أكبر من نفعهما، ويسألونك ماذا ينفقون قل العفو، كذلك يبين الله لكم الآيات لعلكم تتفكرون. يسألونك നബിയെ, അങ്ങയോടവർ ചോദിക്കും. യസ്അലൂന, അവർ ചോദിക്കും. അങ്ങയോട്. അനിൽ ഹംരി, കള്ളിനെ കുറിച്ച് ചോദിക്കും. കള്ളുപയോഗിക്കുന്നതിന്റെ, കള്ള് കുടിക്കുന്നതിന്റെ നിയമം എന്താണെന്ന് അവർ ചോദിക്കും. അതുപോലെ തന്നെ വൽ മൈസിരി, ചൂതാട്ടത്തിന്റെയും. കള്ളും ചൂതാട്ടവും എന്താണ് അതിന്റെ നിയമം, അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നവർ അങ്ങയോട് ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അവർ ചോദിക്കും. കുൽ നബി, അങ്ങ് അവരോട് പറയുക, ഫീഹിമ, അവ രണ്ടിലുമുണ്ട്, ഇസ്മുൻ കബീറുൻ, വലിയ കുറ്റമുണ്ട്. വലിയ കുറ്റമുണ്ട്. വ മനാഫിഉ, ഉപകാരങ്ങളുമുണ്ട്. ലിന്നാസ്, ജനങ്ങൾക്ക്. വലിയ കുറ്റവും അതുപോലെ തന്നെ ഉപദ്രവവും, ഒരുപാട് ഉപകാരങ്ങളും ജനങ്ങൾക്കുണ്ട്. വൈസ്മുഹുമ, എന്നാൽ അവയുടെ കുറ്റകൃത്യങ്ങൾ, അത് മുഖേന ഉണ്ടായിത്തീരുന്നതായ കുറ്റകൃത്യങ്ങൾ, അതിന്റെ ഉപദ്രവം എന്ന് പറയുന്നത് അക്ബറു മിൻ നഫ്ഇഹിമ, അവയുടെ ഉപകാരത്തെക്കാൾ വലുതാണ്. രണ്ടിലും ഉപകാരവും ഉപദ്രവവും ഉണ്ടെങ്കിലും ഉപകാരത്തെക്കാൾ വലുതെന്താണ്? ഉപദ്രവമാണ്. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവരങ്ങയോട് ചോദിക്കും. മാദാ യുൻഫിഖൂൻ, എന്താണ് അവര് ചെലവഴിക്കേണ്ടതെന്ന് അവര് ചോദിക്കും. കുൽ നബിയെ പറയുക, അൽ അഫ്വ, നിങ്ങൾ അവശേഷിച്ചത് ചെലവഴിക്കുക, ബാക്കിയുള്ളത് ചെലവഴിക്കുക.
കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, കദാലിക ഇപ്രകാരം യുബയ്യിനുല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ് അൽ ആയാത്തി അവന്റെ വചനങ്ങളെ ലഅല്ലക്കും തതഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അപ്പോ ഈ ആയത്തില് കള്ള്, അതുപോലെ ചൂതാട്ടം, സാമ്പത്തിക പന്തയം വെക്കലും മറ്റ് ചൂതാട്ടങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. ജാഹിലിയ കാലം നമുക്കറിയാം, കള്ളും പെണ്ണും യുദ്ധവും ഒക്കെ എല്ലാ അധാർമികതയും കൊടികൊത്തി വാണിരുന്ന ഒരു കാലമാണ്. അവിടേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഇസ്ലാമിന്റെ തുടക്കത്തിലൊക്കെ കള്ളുകുടി ഹലാലായിരുന്നു എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊന്നും കള്ളുകുടി എന്താക്കിയിരുന്നില്ല, നിഷിദ്ധമാക്കിയിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കള്ളുകുടി ഹറാമാക്കുന്നത്. അങ്ങനെ ഹറാമാക്കിയതോടുകൂടെ, പൂർണ്ണമായി ഹറാമാക്കിയതോടുകൂടെ മദീനയുടെ തെരുവോരങ്ങളിലൂടെ കള്ളിന്റെ പുഴ ഒഴുകി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവ യാതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ, അങ്ങനത്തെ ലഹരി മുക്ത ചികിത്സാ കേന്ദ്രങ്ങളുടെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അവിടെ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനവും കൽപ്പനകളും ആ സമൂഹം ലഹരിയിൽ കിടന്നു ഉരുണ്ടിരുന്ന ആ സമൂഹത്തിന് ലഹരി ഉപേക്ഷിക്കാൻ ഖുർആനിന്റെ കൽപ്പന മതിയായിരുന്നു എന്നാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കള്ളുകുടിയെ അതിൽ നിന്ന് പ്രോത്സാഹനം ഇല്ലാതെയാക്കുന്ന, അതിൽ നിന്ന് ആളുകളെ അകറ്റുന്ന ഒരായത്താണ് ഈ ആയത്ത്. ഇതോടുകൂടെ അല്ല പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നത്, നിരോധിക്കുന്ന ആയത്ത് വേറെ ആയത്താണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു എന്ന് പറയുന്ന ആ ഒരു ആയത്താണ്. യസ്അലൂനക നബിയെ, അങ്ങ് അവരോട് ചോദിക്കും, അനിൽ ഖംറി കള്ളിനെ കുറിച്ചും, വൽ മൈസിർ ചൂതാട്ടത്തെ കുറിച്ചും. മൈസിർ എന്ന് പറഞ്ഞാല് ഹിമാർ ചൂതാട്ടം, പന്തയം എന്നൊക്കെ. അതിനെക്കുറിച്ച് ചോദിക്കുന്നു പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിക്കുന്നല്ല. മാ ഹുക്കുമുഹുമാ, അവ രണ്ടിന്റെയും ഹുക്കും എന്താണെന്ന് ചോദിക്കുന്നതാണ്. പന്തയം വെച്ചിട്ടുള്ള പരിപാടി അങ്ങനെ സമ്പാദിക്കാൻ പറ്റുമോ, അതിലേർപ്പെടാൻ പറ്റുമോ, കള്ളു കുടിക്കാൻ പറ്റുമോ എന്നുള്ള നിയമം അറിയാൻ വേണ്ടി അവർ ചോദിക്കും. കുല്ലഹും നബി അങ്ങ് അവരോട് പറയുക, ഫീഹിമ അവ രണ്ടിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ഐഫി താഅതീഹിമ അവ രണ്ടും ഉപയോഗിക്കുന്നതിലുണ്ട് ഇസ്മുൻ കബീറുൻ വലിയ കുറ്റമുണ്ട്, ഉപദ്രവമുണ്ട്. കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക് അത് നയിക്കും എന്ന നിലക്കാണ് അത് കുറ്റം ആകുന്നത്. അല്ലാതെ ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, കള്ളുകൂടി ഹറാമാക്കിയിട്ടില്ല. അപ്പൊ അതിൽ കുറ്റകൃത്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റകരമായ പലതിലേക്കും ആ കള്ളുകൂടി എന്ത് ചെയ്യും, നയിക്കുന്നുണ്ട്. കാരണം കള്ളുകുടിക്കുന്നതിലൂടെ ബുദ്ധി എന്തായി പോകും, നീങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ ബുദ്ധി നീങ്ങുമ്പോ അത് ദീനിന്റെയും ദുനിയാവിന്റെയും ഒക്കെ ദുന്യവിയും ഉഖ്റവിയായ, ദീനിയും ദുന്യവിയായ കാര്യങ്ങളുടെ ഒക്കെ കേന്ദ്രം ബുദ്ധിയാണല്ലോ. ആ ബുദ്ധി നീങ്ങിയ പിന്നെ അവിടെ ഒക്കെ പിഴവുകൾ വരാം. അപ്പോ അതിലെന്തുണ്ട്, ഒരുപാട് വലിയ കുറ്റമുണ്ട്. കബീർ എന്ന് പറഞ്ഞാല് അവീമ്, വലുത്, വണ്ണമേറിയത്. മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിൽ മുസല്ലസത്തി 3 പുള്ളിയുള്ള സാ കൊണ്ടുണ്ട്.
കസീറുൻ, ഇസ്മുൻ കസീറുൻ, ധാരാളം കുറ്റം എന്നർത്ഥം. എന്താണ് ഇത്? ഇത് രണ്ടിലും ഒരുപാട് കുറ്റമുണ്ട് എന്ന് പറയാൻ കാരണം ലിമാ യഹ്സുലു, ഉണ്ടായിത്തീരുന്ന ഒന്ന് കാരണത്താൽ, ബിസബബിഹിമാ, ഇവ രണ്ടും കാരണമായി ഉണ്ടായിത്തീരുന്നു. എന്തൊക്കെ? മിനൽ മുഹാസമ, തർക്കം, കള്ളു കുടിച്ചാലും തർക്കിക്കും, അടിപിടി ഉണ്ടാകും. പന്തയത്തില് ചൂതാട്ടത്തിലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പൈസ പോകുന്ന ആൾക്ക് സമ്മതിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഓന്റെ വകയിൽ എന്തുണ്ടാവും? തർക്കം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയൊക്കെ ഇത് രണ്ടിലും എപ്പോഴും ഉണ്ടാകാം. വൽ മുഷാത്തമ, പിന്നെന്താണ്? ചീത്തവിളി, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചീത്തവിളിയൊക്കെ ഉണ്ടാകും. കള്ളുകുടിയും ഈ പന്തയവും ചീത്തവിളി എന്ന തോന്നിവാസത്തിന് കാരണമാണ്. അതുപോലെ കൗലിൽ ഫുഹ്ഷി, മോശം വർത്താനം, മോശം സംസാരം. ഫുഹ്ഷ്, വഷളൻ സംസാരങ്ങൾ, തെറിവിളികൾ, വഷളത്തരങ്ങൾ സംസാരിക്കുക. ഇതൊക്കെ തെറ്റാണല്ലോ, കുറ്റകരമാണല്ലോ. അപ്പോ ഇത്തരം ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് എന്ത് കാരണമാകുന്നുണ്ട്? പിന്നെ കള്ളും അതുപോലെ തന്നെ ചൂതാട്ടവും കാരണമാകുന്നുണ്ട്. എന്നാൽ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് ആ ഉപകാരങ്ങൾ? ഒന്ന് ബില്ലസ്സത്തി, ആസ്വാദനമാണ്. കള്ളു കുടിക്കുമ്പോൾ ആസ്വാദനം കിട്ടും. വൽ ഫറഹി, ഒരു സന്തോഷവും കിട്ടും. ആ സമയത്ത് ഒരു സന്തോഷം കിട്ടും. കാരണം വേറെ ചിന്തയും കാര്യമൊന്നും ഇല്ലാണ്ട്, ബാധ്യതകളെ കുറിച്ചും ബോധത്തെ കുറിച്ചും ഇല്ലാണ്ട് വേറെ ഏതോ ലോകത്തേക്ക് പോവാണല്ലോ. അപ്പൊ ഒരു സന്തോഷവും ആസ്വാദനവും ഒക്കെ കിട്ടും. ഫിൽ ഹംരി, എവിടെ? കള്ളില്. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ആളുകൾക്ക്, ആസ്വാദനം അതുപോലെ തന്നെ സന്തോഷം എന്നുള്ള. പിന്നെ ചൂതാട്ടത്തിലുള്ള ഉപകാരം എന്താ? ഇസ്വാബത്തിൽ മാലി, സമ്പത്ത് കിട്ടും എന്നുള്ളതാണ്. ബിലാ കദ്ദിൻ, അധ്വാനിക്കാതെ പ്രയാസപ്പെടാതെ. ഫിൽ മൈസിരി, എവിടെ? ചൂതാട്ടത്തില് അധ്വാനിക്കാതെ സമ്പത്ത് നേടിയെടുക്കാൻ പറ്റും. പന്തയത്തിലൂടെ ഒരുപാട് സമ്പത്തുകൾ, 1,00,000 പന്തയാണെങ്കിൽ ആ 1,00,000 റുപ്യ അധ്വാനിച്ചുണ്ടാക്കണമെങ്കിൽ എത്ര അധ്വാനിക്കണം, എത്ര കാലം ജോലി ചെയ്യേണ്ടി വരും? അതേസമയം ഒരു പന്തയത്തിലൂടെ 1,00,000 കിട്ടുക എന്ന് പറയുമ്പോ അത്രമാത്രം എന്തില്ല, അവിടെ അധ്വാനം ഇല്ല. അപ്പൊ അധ്വാനമില്ലാതെ, ക്ഷീണമില്ലാതെ എന്ത് കിട്ടുന്നുണ്ട്? സമ്പത്ത് കിട്ടുന്നുണ്ട്. എവിടെ? പിന്നെ മൈസറില്, ചൂതാട്ടത്തിൽ. അങ്ങനെ ഉപകാരം ചൂതാട്ടത്തിലും അതുപോലെ കള്ളുകുടിയിലൊക്കെ എന്തുണ്ട്? ആളുകൾക്ക് ഉപകാരവും ഉണ്ട്. സംഗതി രണ്ടും ഉണ്ട്. എന്നാൽ വൈസ്മുഹുമാ, അവ രണ്ടിന്റെയും കുറ്റം, അവ രണ്ടും മുഖേന ഉണ്ടായിത്തീരുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അവയുടെ ഉപദ്രവം, ഐ മാ യൻശഉ അൻഹുമ, അവയുടെ കുറ്റം എന്ന് പറഞ്ഞാല്, അവയുടെ കുറ്റം എന്നതുകൊണ്ട് ഉദ്ദേശം ഐ മാ യൻശഉ അൻഹുമ, ഇവ രണ്ടിനെയും തുടർന്നുണ്ടായിത്തീരുന്നതായ കുറ്റങ്ങൾ. ഇവ രണ്ടും ചെയ്യുന്നതിലൂടെ, കള്ളുകുടിയും അതുപോലെ പന്തയവും വെക്കുന്നതിലൂടെയൊക്കെ ഉണ്ടായിത്തീരുന്ന കുറ്റങ്ങൾ, അതെന്താണ്? ഇവ രണ്ടിനാലും ഉണ്ടായിത്തീരുന്ന മിനൽ മഫാസിദി, മഫ്സദത്തുകൾ, ഫസാദുകൾ, കുഴപ്പങ്ങൾ. അതാണ് അവയുടെ കുറ്റങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം. അവയുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും കൊണ്ടുണ്ടായിത്തീരുന്നതായ കുഴപ്പങ്ങൾ. അക്ബറു, അതെന്താണ്? കൂടുതൽ വലുതാണ്. അഅ്ളമു, വണ്ണമുള്ളതാണ്. മിൻ നഫ്ഇഹിമാ, ഇവയുടെ ഉപകാരത്തെക്കാൾ, ഇവ രണ്ടും കൊണ്ടുള്ള ഉപകാരത്തെക്കാൾ വലുതാണെന്ത്? ഇവ രണ്ടും കൊണ്ടുള്ള ഉപദ്രവം എന്ന് പറയുന്നു. അപ്പോ അത് കുടിക്കരുത് എന്നും അതിലേർപ്പെടരുത് എന്നൊന്നും എന്ത് ചെയ്തില്ല? നേർക്ക് നേർ പറഞ്ഞില്ല. എന്നാൽ എന്ത് ചെയ്യരുത്? ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞപ്പോ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്, അതാണ് നല്ലത് എന്ന ഒരു സൂചന കൊടുത്തു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് കള്ളുകുടിയൊക്കെ നിരോധിച്ചത്. നിസ്കാരത്തിൽ
കള്ളും കുടിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, അല്ല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബു സ്വലാത്ത വ അൻതും സുക്കാറ, വിശ്വാസികളെ നിങ്ങൾ ലഹരി മതോന്മുഖരായിക്കൊണ്ട് ലഹരിയിൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിസ്കരിക്കരുത്, നിസ്കാരത്തിലേക്ക് അടുക്കരുത്. അപ്പോ അങ്ങനെയാണ് ആദ്യത്തെ നിരോധനം വരുന്നത്. പിന്നെ അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. സഹാബത്ത് ചിലർ കള്ളം കുടിച്ച് നിസ്കരിച്ചപ്പോ എന്തായി, ഓതിയത് മാറിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അങ്ങനെയാണ് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല എന്നുള്ളത് വരുന്നത്. അങ്ങനെ ചെയ്തപ്പോ ചിലരൊക്കെ രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുടിച്ചിട്ട് ഉറങ്ങും. അപ്പൊ സുബഹി ആകുമ്പോഴത്തേക്ക് ലെവലായിട്ടുണ്ടാവും. പിന്നെ സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് സുബഹിക്ക് ശേഷം കുടിക്കും. അപ്പൊ ളുഹറാകുമ്പോഴത്തേക്ക് ഒരുപാട് സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്കും തെളിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു വീട്ടില് സൽക്കാരം സംഘടിപ്പിച്ചു. അവിടെ സഹാബികൾ ഒരുമിച്ച് കൂടി ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ചില പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി മാറി. അങ്ങനെ അടിപിടിയായി എന്നാണ്. അടിപിടിയായി നബിതങ്ങളുടെ അടുക്കലേക്ക് എത്തി. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു റബ്ബെ കള്ളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണം എന്ന് പറയുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിന്നെ നമ്മൾ ഹംറു എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നത്, നിരോധിക്കപ്പെടുന്നു. അതോടുകൂടി പിന്നെ കള്ളൊക്കെ വലിച്ചെറിഞ്ഞു, കള്ളിന്റെ പുഴ ഒഴുകി എന്നാണ്. ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല. അതന്നെ അത്ഭുതമാണ്. ഇപ്പോ നമ്മള് ഈ കള്ളിന്റെ എന്താണ്, ഇവിടെ നിയമപാലകരൊക്കെ നമ്മുടെ ഈ രാജ്യത്തൊക്കെ കള്ളുകൂടി അല്ലെങ്കിൽ ഇതൊക്കെ അനുവദിക്കുന്നത്, അത് നിരോധിച്ചാല് ആളുകൾ എന്ത് ചെയ്യൂല, അതിൽ നിന്ന് വിട്ടേക്കൂല. അവര് വ്യാജമദ്യത്തിലേക്ക് പോകും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോ അത്ര പ്രശ്നമില്ലാണ്ട് സർക്കാർ തന്നെ അനുവദിക്കുക, പിന്നെ സർക്കാരിന് ഒരു വരുമാനവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തേത്. അസമയം അങ്ങനെയല്ല. ഇസ്ലാമിൽ നിരോധിച്ചപ്പോ ആളുകൾ അത് ഉപേക്ഷിച്ചു. അങ്ങനെ ഈ കള്ളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്താനൊക്കെ ഒരു മതത്തിനെ കഴിയുള്ളൂ. ഇതിന്റെ ഒരൊറ്റ കൽപ്പന കൊണ്ടാണ് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് വിട്ടേക്കുന്നത്. വേറെ നിയമത്തെ പേടിച്ച് അടിപിടി പേടിച്ചിട്ടോ ഒന്നും പേടിച്ചിട്ടല്ല. അതാണ് ഇവിടെ മതം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. ഫലമ്മ നസലത്ത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോ ശരിബഹ കൗമൻ, ഒരു കൂട്ടർ കള്ളു കുടിച്ചു എന്ന് വെച്ചാൽ കള്ളുകൂടി നിർത്തിയില്ല. ഇവരൊക്കെ ആദ്യം കള്ളു കുടിച്ച് ഇസ്ലാമിലേക്ക് വന്നവരാണ്, അല്ലാതെ മുസ്ലിം ആയതിനു ശേഷം കള്ളും കുടിച്ച് തുടങ്ങിയവരെന്നല്ല. അന്ന് ഫുള്ള് കള്ളുകുടിയും മറ്റൊക്കെയാണ്. വംതന അൻഹ, ആ കള്ളിൽ നിന്ന് വിട്ടുനിന്നു. ആഹറൂന, വേറൊരു കൂട്ടർ. അങ്ങനെ രണ്ട് വിഭാഗമായി തീർന്നു. ഒരു കൂട്ടർ കള്ളുകുടി തുടർന്നു, മറ്റൊരു കൂട്ടർ കള്ളുകുടി ഈ ആയത്ത് കൊണ്ട് തന്നെ നിർത്തി. ഇല അൻ ഹറമത്ത്ഹ, ഇതിനെ നിഷിദ്ധമാക്കിയത് വരെ. ആയത്തുൽ മാഇദ, മാഇദ സൂറത്തിലെ ആയത്ത്, ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത്, കള്ളുകുടിയും അതുപോലെ തന്നെ ചൂതാട്ടമൊക്കെ നിഷിദ്ധമാക്കിയത് വരെ ചിലർ എന്ത് ചെയ്തു, തുടർന്നു. ഒരു വിഭാഗം ഈ ആയത്തോടുകൂടെ തന്നെ വിട്ടു നിൽക്കുകയും ചെയ്തു. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, വയസ്അലൂനക നബിയെ, അവരങ്ങയോട് ചോദിക്കും. മാദാ യുൻഫിഖൂൻ, എന്താണ് അവര് ചെലവഴിക്കേണ്ടതെന്ന് അവരങ്ങയോട് ചോദിക്കും. എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചാല് ഐമാ ഖദറുഹു, എന്താണ് അതിന്റെ അളവ്, എത്രയാണ് അളവ്, എത്രയാണ് ചെലവഴിക്കേണ്ടത്. ഖുൽ, നബിയെ പറയുക, അൻഫിഖു, നിങ്ങൾ ചെലവഴിക്കുക, അല്ല അഫ്വ, അഫുവിനെ ചെലവഴിക്കുക. അഫു എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ അൽ ഫാളില,
അവശേഷിച്ചതിനെ ചെലവഴിക്കുക എന്നർത്ഥം. അവശേഷിച്ചതിനെ ചെലവഴിക്കുക. അനിൽ ഹാജത്തി, ആവശ്യത്തെ തൊട്ട് അവശേഷിച്ചത്. നിങ്ങളുടെ ആവശ്യവും കഴിഞ്ഞിട്ട് അവശേഷിച്ചത് എന്ത് ചെയ്യുക? ചെലവഴിക്കുക എന്നാണ്. അഫു എന്ന് പറഞ്ഞാല് ഫാളിൽ, അവശേഷിച്ചത്. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് കഴിച്ച് ബാക്കിയുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യേണ്ടത്, ധർമ്മം ചെയ്യേണ്ടത്. അല്ലാതെ സ്വന്തം പട്ടിണി കിടന്നിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ധർമ്മം ചെയ്യേണ്ട ആവശ്യം ഇല്ല. സ്വന്തം ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട്. വല തൂഫിഖു, അപ്പൊ നിങ്ങൾ ചെലവഴിക്കരുത് മാ തഹ്താജൂന ഇലൈഹി, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ആ ഒന്നിനെ നിങ്ങൾ ചെലവഴിക്കരുത്. തഹ്താജൂന, നിങ്ങൾ ആവശ്യമുള്ളവരാണ്. ഇലൈഹി, ആ ഒന്നിലേക്ക് നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെലവഴിക്കാൻ പാടില്ല. അവശേഷിച്ചത് ചെലവഴിക്കുക. എന്നിട്ടോ വതുളയ്യിഉ, നിങ്ങൾ പായാക്കി കളയരുത് അംഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങളെ, സ്വശരീരങ്ങളെ. സ്വന്തത്തിനുള്ള ചെലവ് എടുക്കാതെ, സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കാതെ ഒക്കെ ധർമ്മം ചെയ്തിട്ട് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാതെ സ്വശരീരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ ആക്കി കളയാൻ പാടില്ല. അപ്പോ തന്റെയും തന്റെ കുടുംബക്കാർ, തന്റെ ആശ്രിതർ, ഭാര്യ, സന്താനങ്ങൾ, അവർക്ക് ആവശ്യമായതൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ധർമ്മം ചെയ്യേണ്ടത്. അത് അവർക്കൊന്നും കൊടുക്കാതെ, വാങ്ങിക്കൊടുക്കാതെ ഉള്ള പൈസ പുറത്ത് ധർമ്മം ചെയ്യല്ല വേണ്ടത്. കുടുംബത്തിൽ ധർമ്മം ചെയ്യുന്നതിനാണ്, കുടുംബത്തിന് ചെലവഴിക്കുന്നതിനാണ്, ഭാര്യ മക്കൾക്ക് ചെലവഴിക്കുന്നതിനല്ല, മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്നതിനാണ്, പുറത്തു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും അതിനാണ്. വഫി ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തിലുണ്ട്, ബിർറഫ്ഇ, റഫ്അ് കൊണ്ടുണ്ട്, ബിതഖ്ദീരി ഹുവ, ഹുവയെ എന്ത് ചെയ്തുകൊണ്ട് സങ്കല്പിച്ചിട്ട്. ഏത്? കുലിൽ അഫ്വ എന്നാണല്ലോ ഉള്ളത് ഇവിടെ. അൽ അഫ്വ എന്ന് നസ്ബാണ്. കുൽ നബിയെ പറയുക അൽ അഫ്വ. അവിടെ അഫ്വ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സങ്കല്പിച്ചു കൊടുത്തു അംഫിഖു എന്നാണ്. അംഫിഖുവിന്റെ മഫ്ഊലാണ് അഫ്വ. അംഫിഖു, നിങ്ങൾ ചെലവഴിക്കുക. ആ അംഫിഖൂന്ന് എവിടുന്ന് കിട്ടും? മാതാ യുംഫിഖൂൻ എന്നാണ് അവര് ചോദിച്ചത്. അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവര് ചോദിക്കും. അപ്പൊ അഫുവിനെ എന്ന് പറയുമ്പോ അഫുവിനെ എന്താക്കണം? ചെലവഴിക്കണം. അപ്പൊ അംഫിഖു, നിങ്ങൾ ചെലവഴിക്കൂ. അല്ല അഫ്വ, അഫ്വ എന്നുള്ളത് മഫ്ഊലാണ്. എന്നാ മറ്റൊരു ഖിറാഅത്തില് റഫ്ഉ കൊണ്ടുണ്ട്, അൽ അഫ്വു എന്നുണ്ട്. അപ്പൊ കുല്ലിൽ അഫ്വു, അതെങ്ങനെ? ഇത് ബിതഖ്ദീരി ഹുവ, ഹുവയെ സങ്കല്പിച്ചിട്ട്. അപ്പൊ എങ്ങനെ? കുൽ ഹുവൽ അഫ്വു, അതെന്താണ്? അഫ്വാണ്. ആ ചെലവഴിക്കപ്പെടേണ്ടത്. ഹുവ എന്ന് പറയുമ്പോ അത് എന്ന് പറഞ്ഞാൽ ആ ചെലവഴിക്കപ്പെടേണ്ട കാര്യം അതേതാണ്? അഫ്വാണ്, അവശേഷിച്ചവയാണ്. കദാലിക, ഇപ്രകാരം. ഇപ്രകാരം, എപ്രകാരം? തൈക്കമാ ബയ്യന, അവൻ വിവരിച്ചു തന്നതുപോലെ, ലക്കും, നിങ്ങൾക്ക്, മാ ദുഃഖിറ, ഈ പറയപ്പെട്ടതിനെ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നതുപോലെ, യുബയ്യിനുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്, അല്ലായാത്തി, വചനങ്ങളെ വിവരിച്ചു തരുന്നതാണ്, ദൈവിക വചനങ്ങളെ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരും. എന്തിനില്ല? അല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ? ചിന്തിക്കാൻ വേണ്ടി. ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്? അവൻ നിങ്ങൾക്ക് ഇപ്രകാരം വിവരിച്ചു തരുന്നതാണ്. എന്തിലാണ് ചിന്തിക്കേണ്ടത്? ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യത്തിൽ. ഈ അംരിദ്ദുന്യാ വൽ ആഖിറ, നിങ്ങൾ എന്തിലാണ് ചെലവഴിക്കേണ്ടത്? ഫി അംരിദ്ദുന്യ, ദുനിയാവിന്റെ കാര്യത്തിലും, വൽ ആഖിറ, അതുപോലെ തന്നെ ആ ആഖിറത്തിന്റെ കാര്യത്തിലും എന്ത് ചെയ്യാൻ വേണ്ടി? നിങ്ങള്
ചിന്തിക്കാൻ വേണ്ടി. ഫതഖുദൂന, എന്നിട്ട് നിങ്ങൾ സ്വീകരിക്കാനും വേണ്ടി, എന്തിനെ? ബിൽ അസ്ലഹിലക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ലതായതിനെ സ്വീകരിക്കാനും വേണ്ടി. ഫീഹിമ, അവ രണ്ടിലും, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലതായതിനെ നിങ്ങൾ എന്ത് ചെയ്യാനും വേണ്ടി? സ്വീകരിക്കാനും വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് തരുന്നത്? വിവരിച്ചു തരുന്നത്. നിങ്ങൾ അതൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഏറ്റവും നല്ലതേതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എന്നിട്ട് നല്ലത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ വിവരിച്ച് തരുന്നത്. അസ്ലഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഫതഖുദൂന, നിങ്ങൾ സ്വീകരിക്കാനും വേണ്ടി. എന്ത് സ്വീകരിക്കാൻ? അൽ അസ്ലഹ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും നല്ലതായതിനെ സ്വീകരിക്കാനും വേണ്ടി. ഫീഹിമ, ആ ദുനിയാവിലും ആഖിറത്തിലും. വയസ്അലൂനക അനിൽ യതാമ, വയസ്അലൂനക നബിയെ, അവരങ്ങയോട് ചോദിക്കും. അനിൽ യതാമ, യത്തീമുകളെ കുറിച്ച് ചോദിക്കുന്നതാണ്. അനാഥരെ കുറിച്ച് അവരങ്ങയോട് ചോദിക്കും. അനാഥരെ കുറിച്ച് ചോദിക്കും എന്ന് പറഞ്ഞാല് യത്തീം മക്കളുടെ കാര്യത്തിൽ അവർ നേരിടുന്നതായ പ്രയാസത്തെ കുറിച്ച് അവർ ചോദിക്കും. അത് കഴിഞ്ഞ ആയത്തുകളിൽ എന്ത് ചെയ്തിരുന്നു? ഓർമ്മ ഉണ്ടോ? യത്തീം മക്കളുടെ സമ്പത്ത് കൂട്ടിക്കൊയക്കുന്നതിനെ എതിർത്തുകൊണ്ടുള്ള ഒരായത്ത് കഴിഞ്ഞു വരുന്നു. ഓർമ്മ ഉണ്ടോ? ഇതിന്റെ മുമ്പെന്തോ ഇവിടെ ഉണ്ടോ? ഒന്ന് ഹാജർ പറ. 15-ാമത്തെ ആയത്താണ്. പിള്ളേരൊക്കെ ഹാജർ പറയും. അപ്പൊ കഴിഞ്ഞ് മുമ്പൊരായത്തില് യത്തീം മക്കളെ സമ്പത്തും ഇവരെ സമ്പത്തൊക്കെ കൂട്ടിക്കുഴച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ആയത്തിറങ്ങിയപ്പോ വലിയ പ്രയാസമായി. കാരണം സെപ്പറേറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ പ്രയാസമാണല്ലോ. അപ്പൊ ആ വിഷയത്തില് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വീണ്ടും പ്രയാസം അതിനെക്കുറിച്ച് ചോദിച്ചു. അതാണ് ഈ പറയുന്ന യത്തീമുകളെ കുറിച്ച് അവരങ്ങോട് ചോദിക്കും എന്ന് പറയുന്നു. വയസ്അലൂനക, നബിയെ, അവരങ്ങയോട് ചോദിക്കും. അനിൽ യത്താമ, ആരെക്കുറിച്ച്? യത്തീം മക്കളെ കുറിച്ച് എന്ത് ചെയ്യുന്നതാണ്? അവരങ്ങയോട് ചോദിക്കുന്നതാണ്. നബിയെ പറയുക, ഇസ്ലാഹുൻ ലഹും, അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഖൈർ, അതാണ് ഉത്തമം. അവർക്ക് നന്മ ചെയ്യലാണ് ഏറ്റവും ഉത്തമം. ഫൈൻ തുഖാലിത്തൂഹും, നിങ്ങൾ അവരെ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ, അതായത് അവരുടെ സമ്പത്തിനെ നിങ്ങളുടെ സമ്പത്തുമായിട്ട് കൂട്ടിക്കലർത്തുകയാണെങ്കിൽ, ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. സഹോദരന്മാരുടെ സമ്പത്ത് അങ്ങനെ കൂട്ടിക്കലർത്തിയിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പൊ അതുപോലെ ഉപയോഗിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അല്ലാഹു യഅലം, അള്ളാഹു അറിയുന്നവനാണ്. അൽ മുഫ്സിദ, കുഴപ്പമുണ്ടാക്കുന്നവനെ, മിനൽ മുസ്ലിഹി, നന്മ ചെയ്യുന്നവനിൽ നിന്ന് കുഴപ്പമുണ്ടാക്കുന്നവനെ അള്ളാഹു അറിയുന്നവനാണ്. വലൗ ശാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅഅനതക്കും, അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു തീർച്ചയായും അജയ്യനും തന്ത്രജ്ഞനുമാകുന്നു. പാമ്പ് കൊടുക്കുന്നത്
അതന്നെ. റസൂലുള്ളാ. ആ, 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 ആ. ക്ലാസ് എടുത്ത് കൈ തട്ടിട്ട് ഉറങ്ങുമ്പോ اللهم رب هذه الدعوة درجة تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو وهو سنة ولعنهم. هذا الذي يشفع خلقه لا يهد بما شاء وسوف في السماوات والأرض العظيم. അപ്പോ വല്ലാഹു യഅലമുൽ മുഫ്സിദ, തീർച്ചയായും അല്ലാഹു പ്രശ്നമുണ്ടാക്കുന്നവനെ കുഴപ്പക്കാരനെ മനസ്സിലാക്കുന്നതാണ് മുസ്ലിഹി നന്മ ചെയ്യുന്നവനിൽ നിന്ന്. ലൗഷാ അല്ലാഹു ലഅനതക്കും ഇന്നല്ലാഹ അസീസുൻ ഹക്കീം പറഞ്ഞതല്ല. വയസ്സലൂനക അനിൽ യത്താമ, നബിയെ അവരങ്ങയോട് യത്തീമക്കളെ കുറിച്ച് ചോദിക്കും, അനാഥരെ കുറിച്ച് ചോദിക്കും. വമാ യൽഖൗനഹു, അവർ നേരിടുന്ന ഒന്നിനെ കുറിച്ചും, മിനൽ ഹറജി പ്രയാസത്തിനാൽ, ഫീ ശഅനിഹിം അവരുടെ കാര്യത്തിൽ, യത്തീമക്കളെ കാര്യത്തില് അവര് നേരിടുന്ന പ്രയാസം, അതിനെക്കുറിച്ച് അവരെന്ത് ചെയ്യും, അങ്ങയോട് ചോദിക്കും. എന്താണ് ആ പ്രയാസം എന്ന് പറയുന്നത്? ഫഇൻ വാക്കലൂഹും, അവര് അവരോട് കൂടെ ഒരുമിച്ച് തിന്നാൽ, യത്തീമക്കളെ കൂടെ ഒരുമിച്ച് തിന്നാൽ എന്ന് പറഞ്ഞാല് തങ്ങളുടെ ചെലവും യത്തീമക്കളെ സമ്പത്തും എല്ലാം കൂടി ഒറ്റ ചെലവാക്കിയാൽ യഅ്സമു, ഇവരെന്താകും, കുറ്റക്കാരാകും. നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ എന്ത് ചെയ്യരുത് എന്നുള്ള ആയത്ത് വന്നപ്പോ. അപ്പോ ഒരുമിച്ച് തിന്നാല് അവര് കുറ്റക്കാരായി മാറും. എന്നാ പിന്നെ സെപ്പറേറ്റ് ആക്കിയാലോ? വൈന അസലു, അവര് ഒഴിവാക്കിയാൽ, മാലഹും അവർക്കുള്ളതിനെ ഒഴിവാക്കിയാൽ, മിൻ അംവാലിഹിം ഇവരുടെ സമ്പത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ, അത് യത്തീമക്കളെ ചെലവ് വേറെ തന്നെ ആക്കിയാൽ, അങ്ങനെ വസനഉ ലഹും അവർക്ക് വേണ്ടി, യത്തീമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്താൽ, തആമൻ ഭക്ഷണത്തെ, വഹ്ദഹും അവർക്ക് വേണ്ടി മാത്രമായി ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫഹറജുൻ അതും വലിയ പ്രയാസാണ്. അവർക്ക് സെപ്പറേറ്റ് അവരുടെ സമ്പത്തിൽ നിന്ന് അരി വേറെ തന്നെ വാങ്ങി, അവർക്ക് വേണ്ട ഇറച്ചിയും കടലയും ഒരു ഫ്രിഡ്ജ് ഓല പച്ചക്കറിയൊക്കെ വേറെ തന്നെ വാങ്ങിയിട്ട്, അവർക്ക് വേണ്ട ഭക്ഷണം അവരുടെ സമ്പത്തിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അവർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണല്ലോ. ഒരു വീട്ടിൽ രണ്ടടുക്കള ചില്ലറ പ്രയാസമൊന്നുമില്ലല്ലോ. എന്നാൽ രണ്ടാം കൂടി ഒരുമിച്ചാക്കിയാലോ? ഇവരോട് അവരുടെ സമ്പത്ത് തിന്നു പോകുമോ? ഇന്നല്ലതീന യഅ്കുലൂന അംവാലൽ യതാമ ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറാണോ? അതങ്ങനെയല്ല ആയത്ത്. യത്തീമക്കളെ സമ്പത്ത് തിന്നത് തീ തിന്നും പോലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരുമിച്ചാവുമ്പോ എന്തായാലും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിപ്പോവും. അങ്ങോട്ട് കൂടിയ പ്രശ്നമല്ല, ഇങ്ങോട്ടാവുമ്പോ പ്രശ്നം എന്നാന്നല്ലോ. അപ്പൊ ഒരുമിച്ച് തിന്നാന്ന് പറഞ്ഞാൽ കുറ്റക്കാരായി മാറും. എന്നാ പിന്നെ സെപ്പറേറ്റ് ആക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, ചെറിയ ചില്ലറ പ്രയാസമൊന്നുമല്ല. അപ്പൊ ഞങ്ങളെന്താ ഇപ്പൊ ചെയ്യണ്ടേ നബിയേ എന്ന് അവരങ്ങയോട് എന്ത് ചെയ്യും, ചോദിച്ച് വരും.
അപ്പൊ കുൽ നബിയെ പറയുക, ഇസ്ലാഹുൻ ലഹും, അവർക്ക് നന്മ ചെയ്യൽ, ആ യതീമക്കൾക്ക്, അനാഥർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഖൈർ, അതെന്താണ്, ഉത്തമമാണ്. നിങ്ങൾ അവർക്ക് നന്മ ചെയ്യലാണ് അവരെ കൈയൊഴിയുന്നതിനേക്കാൾ ഉത്തമം. അപ്പൊ അവർക്ക് നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ എന്ത് ചെയ്യുക, അവരുടെ സമ്പത്തിൽ അവർക്ക് നന്മ ചെയ്യുക. അതെങ്ങനെ സമ്പത്തിൽ നന്മ ചെയ്യൽ? ബി തന്മിയത്തിഹ, ആ സമ്പത്തിനെ വളർത്തിക്കൊണ്ട്, സമ്പത്തിനെ വളർത്തുക. സമ്പത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വളരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ആ സമ്പത്ത് കൊണ്ട് കച്ചവടം ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ വേറെ വല്ല ലാഭം കിട്ടുന്ന പരിപാടിയൊക്കെ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, മക്കളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക. അങ്ങനെ അതിനെ വളർത്തിക്കൊണ്ട് അവർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് അവർക്ക് നന്മ ചെയ്യൽ. അതുപോലെ മുദാഹലത്തിക്കും, നിങ്ങളോട് അതിനെ പ്രവേശിപ്പിച്ചുകൊണ്ടും, ആ സമ്പത്തിനെ നിങ്ങളോട്, അതായത് നിങ്ങളുടെ സമ്പത്തിനോട് പ്രവേശിപ്പിച്ചുകൊണ്ടും, അല്ലെ, മുദാഹലത്തുക്കും, നിങ്ങളോട് അവരെ എന്ത് ചെയ്യുക, പ്രവേശിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ സമ്പത്ത് അവരുടെ സമ്പത്ത് ഒരുമിച്ചാക്കിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ആവുമ്പോ അവർക്ക് കുറച്ചെടുത്താൽ മതിയല്ലോ, സെപ്പറേറ്റ് ആക്കുമ്പോൾ പോലെ കൂടുതൽ ചെലവ് വരുമല്ലോ. അങ്ങനെ ആക്കുക, അതും അവരോട് ചെയ്യുന്ന ഒരു ഉപകാരമാണ്, നന്മയാണ്. ഒരുമിച്ചാക്കുക എന്ന് പറയുന്നത്, സെപ്പറേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, കുറെ ചെലവ് വരും. അങ്ങനെയൊക്കെ അവർക്ക് അവരുടെ സമ്പത്തിൽ നന്മ ചെയ്യുക എന്നുള്ളത് ഹൈർ, അതാണ് ഉത്തമം. എന്തിനേക്കാൾ? മിൻ തർക്കി ദാലിക, ഇത് ഉപേക്ഷിക്കുന്നതിനേക്കാൾ. അവരുടെ സമ്പത്തിന്റെ യതീമിന്റെ എന്ന് വെച്ച് പേടിച്ചിട്ട് അത് തീരെ തൊടാണ്ട് അവിടെ അങ്ങനെ ഇടുക. അങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യും, കൊല്ലോ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ സക്കാത്ത് കൊടുത്താല് ആ സമ്പത്ത് അങ്ങ് സക്കാത്ത് കൊടുത്ത് തീർന്നു പോകാനേ ഉണ്ടാവുള്ളൂ. അതേസമയം എന്തെങ്കിലും ഒരു ഇടപാടിന്, കച്ചവടത്തിനൊക്കെ ഉപയോഗിക്കുമ്പോ വളരെ സൂക്ഷ്മത ഉള്ളതിനെ ഉപയോഗിക്കാവൂ. എന്ത് ചെയ്യാൻ പാടില്ല, അപ്പാട് കണ്ട ഏതെങ്കിലും ബിസിനസ്സിലിട്ടിട്ട് നശിപ്പിച്ച് കളയാൻ പാടില്ല. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. നമ്മളെ സമ്പത്ത് നമ്മൾ സൂക്ഷ്മതയോടെ അല്ലേ കൈകാര്യം ചെയ്യുക, അതുപോലെ അതിലേറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ചിലപ്പോ നഷ്ടം പറ്റിയെന്ന് വരാം. അത് പിന്നെ വിധിയാണെന്ന് നോക്കേണ്ടി വരും. അല്ലാതെ പേടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ, അത് തീരെ ഉപയോഗിക്കാതിരിക്കുക, അത് വളർത്താൻ ആവശ്യമായതിലൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് എന്തെല്ലാം നന്മ അല്ല. എന്താണോ കൂടുതൽ നല്ല പൈസ ഉണ്ടെന്ന ഒരു ബിൽഡിങ് എടുത്തിടുക, അതിന്റെ വാടക കിട്ടുമല്ലോ, അപ്പൊ അതെന്തല്ല, നഷ്ടം വരില്ല. അങ്ങനെയൊക്കെ നല്ല സൂക്ഷ്മതയുള്ള പരിപാടികളിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്യലാണ് ഉത്തമം. വൈൻ തുഹാലിത്തൂഹും, നിങ്ങൾ അവരെ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ, ഐ തഹ്ലത്തു, തുഹാലിത്തു തന്നെയാണുള്ള, അല്ലെ തഹ്ലിത്തു എന്നുള്ള ശേഷം ഐ തഹ്ലിത്തു, നിങ്ങൾ അവരെ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഐ തഹ്ലിത്തു നഫഖതക്കും, നിങ്ങളുടെ ചെലവിനെ നിങ്ങൾ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ, ബി നഫഖത്തിഹിം, അവരുടെ ചെലവുമായി കൂട്ടിക്കലർത്തുകയാണെങ്കിൽ, അപ്പൊ നിങ്ങളുടെ ചെലവും അവരുടെ ചെലവും രണ്ടും കൂടി ഒരുമിച്ച് ആക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ആക്കാതെ ഒരുമിച്ചാക്കുകയാണെങ്കിൽ, ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. സഹോദരന്മാരാകുമ്പോ ഒരു പുരയിലെ ഏട്ടൻ അനിയൻ എല്ലാവരും കൂടി ആവുമ്പോ എന്തുണ്ടാവും, ചിലപ്പോ ഏട്ടൻ അരി വാങ്ങും, അനിയൻ വെളിച്ചെണ്ണ വാങ്ങും, മറ്റേ വാങ്ങും, അത് വാങ്ങും, ഇത് വാങ്ങും, അങ്ങനെ കൃത്യം കണക്ക് നോക്കിയിട്ട് എന്നായിരിക്കില്ല, ചിലപ്പോ അങ്ങോട്ടാവും ഇങ്ങോട്ടാവും, ആകെ ചെറിയ ഒക്കെ ഉണ്ടാവും.
അത് ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ ആവുമ്പോ അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ ഇവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണ്ടില്ല, സെപ്പറേറ്റ് അടുക്കളയൊന്നും ആക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ പിന്നെ എത്തി മക്കളുടെ സമ്പത്ത് തിന്നുന്നവർക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞത് എന്തല്ല, അങ്ങനെ സൂക്ഷ്മതയൊക്കെ പാലിച്ചിട്ട് ചെലവഴിച്ച്, അങ്ങനെ ചെലവഴിക്കും വരുന്ന എന്തെങ്കിലും ചെറിയ ഏറ്റ വ്യത്യാസത്തെ കുറിച്ചല്ല പറഞ്ഞത്. മനഃപൂർവ്വം എത്തി മക്കളെ സമ്പത്ത് എന്ത് ചെയ്യുക, പിടിച്ചെടുക്കുക, അത് നശിപ്പിക്കുക, അത് തന്റേതാക്കുക, അത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാതെ എന്തല്ല ഉദ്ദേശം, ഈ രൂപത്തില് സെപ്പറേറ്റ് അടുക്കളാക്കണം എന്നല്ല. കാരണം അവർ നിങ്ങളെ സഹോദരന്മാർ തന്നെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സമ്പത്ത്. അപ്പൊ ഒരാൾക്ക് എത്രയാണോ ചെലവ് വരിക, ഒരു മാസത്തേക്ക് 3000 ഉറുപ്പ്യാണെങ്കിൽ അയാളുടേത് എത്തീമിന്റെ 2000 എടുത്താൽ മതി, അല്ലെ 2500 എടുത്താൽ മതി. അവിടെ സൂക്ഷ്മത കാണിക്കുക. 4 ആളാണുള്ള 10,000 ചെലവ് വരുന്നത്, അപ്പൊ ഒരാൾക്ക് 2500 വരുന്നത്. അപ്പോ എന്റേത് എത്തീമിന്റെ 2000 ചെലവിലേക്ക് എടുക്കുക, ബാക്കി 500 സൂക്ഷ്മതയ്ക്ക് തന്നെ എടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പരിഗണിക്കാലോ. ഐ ഫഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ഫിദ്ദീൻ, എന്തിലുള്ള, ദീനിലുള്ള സഹോദരന്മാരാണ് അവർ നിങ്ങളുടെ. വമിൻ അഖി, സഹോദരന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ത്, അയ്യുഖാലിത്ത അഹാഹു, തന്റെ സഹോദരനെ കൂട്ടിക്കലർത്തുക എന്നുള്ളത്. ഒരുമിച്ചാണ് അവരുടേത് ഉണ്ടാവുക, സെപ്പറേറ്റ് അല്ല. അപ്പോ സഹോദരന്മാർ അങ്ങനെയാണ് ഉണ്ടാവല്. അപ്പൊ രണ്ടാൾ ഒരുമിച്ച് ബസ്സിന് പോകുമ്പോ മറ്റവന്റെ കൊടുക്കും, ചിലപ്പോ അടുത്ത ബസ്സിന് മറ്റവൻ കൊടുക്കും. മൊത്തം കൂട്ടിയൊക്കെ ചിലപ്പോൾ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് 50 റുപ്യ കൂടുതൽ ചെലവായിട്ടുണ്ടാവും. അതൊന്നും അങ്ങനെ കണക്ക് വെച്ചോളുന്നില്ല. അത് സഹോദരന്മാര് കൂട്ടുകാരൊക്കെ ആവുമ്പോ അങ്ങനെയാണ്. ഐ ഫലക്കും ദാലിക്ക, അപ്പോ ആകയാൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് ഇതുണ്ട്, അനുവദനീയമാണ് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വല്ലാഹു യഅലമു, അള്ളാഹു അറിയുന്നവനാണ്, അൽ മുഫ്സിദ, കുഴപ്പമുണ്ടാക്കുന്നവനെ, പ്രശ്നം ഉണ്ടാക്കുന്നവനെ, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവനെ, ലി അംവാലിഹിം, അവരുടെ സമ്പത്തിനെ, ഫസാദാക്കുന്നവനെ, നശിപ്പിക്കുന്നവനെ അള്ളാഹുവിന് അറിയാം. എങ്ങനെ, ബി മുഖാലഫത്തിഹി, അതിനെ കൂട്ടിക്കുഴച്ചുകൊണ്ട്. കൂട്ടിക്കുഴക്കുന്നോണ്ട് നീയത്ത് മാറുമ്പോ ചിലരുണ്ടാവില്ല, ഓന്റെ പേരിൽ ഓന്റെ ചെലവ് നമുക്ക് ഏറ്റെടുക്കാം. അപ്പൊ ഓൻ പൈസ ഉണ്ട്, ഓന്റെ പേരില് 250 വരുന്നെടുത്ത് 2500 വരുന്നെടുത്ത് 5000 ഓന്റെ പറ്റ് നമ്മളതിലേക്ക് ചെയ്ത. അപ്പൊ ഇവന്റെ നീയത്ത് എന്താണ്, ഓന്റെ പേരില് എങ്ങനെ പൈസ വസൂലാക്കാം എന്നതാണ്. നീയത്തിനനുസരിച്ച് മാറും. ഈ നീയത്തൊക്കെ ആർക്കറിയാം, അള്ളാഹുവിനറിയാം. അല്ലാതെ നേരെ തിരിച്ച് സൂക്ഷ്മത കാണിച്ചിട്ട് 2500 വേണ്ട അടുത്ത് 2000 2250 അല്ലെ 2500 തന്നെ എടുത്തിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ, അവർക്ക് കുഴപ്പമില്ല. അതേസമയം തിരിച്ച് എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, പിന്നെ അവരുടെ മുതലാക്കണം, അവരുടെ സമ്പത്ത് നമുക്ക് വസൂലാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അതൊക്കെ അള്ളാഹുവിനറിയാം. അല്ലാഹു യഅലമുൽ മുഫ്സിദ ലി അംവാലിഹിം, അവരുടെ സമ്പത്തിനെ നശിപ്പിക്കുന്നവനെ അള്ളാഹുവിനറിയാം. എങ്ങനെ, ബി മുഖാലഫത്തിഹി, അതിനെ കൂട്ടിക്കലർത്തിക്കൊണ്ട്, മിനൽ മുസ്ലിഹി, ആരിൽ നിന്ന്, ഇതിനെ നന്നാക്കുന്നവരിൽ നിന്ന്, സമ്പത്ത് നന്നാക്കുന്നവരിൽ നിന്ന്, അതിനെ വളർത്തുന്നവരിൽ നിന്ന്, അതിനെ നശിപ്പിക്കുന്നവരെ അള്ളാഹുവിന് നന്നായി അറിയാം. ബിഹ, എന്തുകൊണ്ട്, കൂട്ടിക്കലർത്തിക്കൊണ്ട് നന്നാക്കുക. അപ്പൊ കൂട്ടിക്കലർത്തിക്കൊണ്ട് നന്നാക്കലും നടക്കും, ബടക്കാക്കലും നടക്കും. നന്നാക്കൽ എങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഓനിക്ക് സെപ്പറേറ്റ് വേറെ തന്നെ ആക്കുകയാണെങ്കിൽ ഓനിക്ക് ചെലവ് കൂടും. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ തറവാട്ടില് രണ്ടാള് ഏട്ടനും കൂടിയുള്ള തറവാട്ട ഒന്നിച്ചാണെങ്കിൽ അത്രേ ചെലവ് വരുള്ളൂ ഒരാൾക്ക്. രണ്ടാളും രണ്ട് പുരക്കായാല് ഒരുമിച്ചുള്ളപ്പോ അത്രയുള്ള ചെലവ് മതിയാവില്ല, ചെലവ് കൂടും. അത്ര തന്നെ ആളുണ്ടാവുള്ളൂ, പക്ഷെ ചെലവ് കൂടിയിട്ടുണ്ടാവും. സെപ്പറേറ്റ് ആകുമ്പോ അങ്ങനെ ചെലവ് കൂടും. അപ്പോ ഇവിടെ ഒരുമിച്ചാക്കുന്നതുകൊണ്ട് ഓന്റെ ചെലവ് കുറക്കലാണ് ഉദ്ദേശം ഒരാളുടേത്. വേറൊരുത്തന്റെ എന്താണ്, ഓന്റെ
സമ്പത്ത് എങ്ങനെയെങ്കിൽ നമ്മളിലേക്ക് ആക്കലാണ്. ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അള്ളാഹ്ക്കറിയാന്ന് പറഞ്ഞാൽ ലൈഫായി യുജാസി, അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. കുല്ലൻ മിൻഹുമ, അവരിൽ നിന്ന് ഓരോരുത്തർക്കും അവരുടെ നിയത്തിനനുസരിച്ച് പ്രവർത്തനത്തിനനുസരിച്ച് പ്രതിഫലം കൊടുക്കും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅഅനതക്കും, അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. ലളയ്യഖ അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ കുടുസാക്കുമായിരുന്നു, പ്രയാസമാക്കുമായിരുന്നു. അതെങ്ങനെ? ബിതഹരീമിൽ മുഖാലത്ത, കൂട്ടിക്കലർത്തൽ നിഷിദ്ധമാക്കിയിട്ട്, അങ്ങനെ കൂട്ടിക്കലർത്താൻ പാടില്ല, അവർക്ക് സെപ്പറേറ്റ് തന്നെ ആക്കണം എന്ന് അള്ളാഹ്ക്ക് നിയമം വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ നിങ്ങളെ അങ്ങനെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു എന്ത് ചെയ്തില്ല? ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്തനുവദിച്ചത്? കൂട്ടിക്കലർത്തൽ അനുവദിച്ചു തന്നത്. ഇന്നല്ലാഹ അസീസുൻ, അള്ളാഹു അജയ്യനാണ്. ഗാലിബുൻ, ഗാലിബുൻ അതിജയിക്കുന്നവനാണ്. അല അംരിഹി, അവന്റെ കാര്യങ്ങളുടെ മേൽ അതിജയിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും അത് ചെയ്യാനൊക്കെ കഴിവുള്ള അജയ്യനാണവൻ. ഹക്കീമുൻ ഫി സുൻഇഹി, അവന്റെ പ്രവർത്തനങ്ങളിൽ ആരുമാണ്? തന്ത്രജ്ഞനുമാണ്, യുക്തിയുള്ളവനുമാണ്. അപ്പൊ യുക്തിക്കനുസരിച്ചാണ്, തന്ത്രത്തിനനുസരിച്ചുള്ള നിയമങ്ങളാണ് അവൻ, ഹിക്മത്തനുസരിച്ചുള്ള നിയമങ്ങളാണ് അവൻ എന്ത് ചെയ്യുക? നടത്തുക എന്നാണ്. അപ്പൊ അള്ളാഹു യതീമക്കളെ സംരക്ഷിക്കൽ നിർബന്ധാക്കി, അവരുടെ സമ്പത്തും സംരക്ഷിക്കലൊക്കെ നിർബന്ധാക്കി. അതോടൊപ്പം തന്നെ ഈ രൂപത്തിൽ ഒരു കൂട്ടിക്കലർത്താം എന്ന് അനുവദിച്ചു. എന്തുകൊണ്ട്? അത് അതിന്റെ രക്ഷാധികാരികൾക്ക്, നോക്കി നടത്തുന്ന ആളുകളോടൊരു കാരുണ്യം എന്ന നിലക്കാണ്. വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, കേൾക്കുന്നില്ലേ? ക്ലിയറല്ലേ? വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, വലാ തൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത്, അൽ മുശ്രികാത്തി, അവിശ്വാസികളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ, അവർ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല. വല അമത്തുൻ മുഅ്മിനത്തുൻ, വിശ്വാസിനിയായ ഒരു അടിമപ്പെണ്ണ്, ഖൈറുൻ, അവളാണ് ഉത്തമം, മിൻ മുശ്രിക്കത്തിൻ, അവിശ്വാസിയായ പെണ്ണിനേക്കാൾ, സ്വതന്ത്രയായ അവിശ്വാസിയായ പെണ്ണിനേക്കാൾ ഉത്തമം വിശ്വാസിയായ അടിമയാണ്. ഒരു സ്വതന്ത്ര സ്ത്രീയെ, വിശ്വാസിയായ സ്വതന്ത്ര സ്ത്രീയെ മഹർ കൊടുത്ത് കെട്ടാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസിയെ കെട്ടാൻ പോകരുത്, അടിമ പെണ്ണിനെ കെട്ടിക്കോ, വിശ്വാസിയായ, അതാണ് ഉത്തമം. വലൗ അഅജബതുക്കും, അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും, ആ വിശ്വാസികളായ സ്ത്രീകൾ നിങ്ങളിൽ കൗതുകം ജനിപ്പിച്ചാലും ശരി. ലാ തുൻകിഹുൽ മുശ്രികീന, അവിശ്വാസികൾക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത് നിങ്ങളുടെ പെൺകുട്ടികളെ, ഹത്താ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നത് വരെ. വല അബ്ദും മുഅ്മിനുൻ, വിശ്വാസിയായ അടിമ, ഖൈറുൻ, അവനാണ് ഉത്തമം, മിൻ മുശ്രിക്കിൻ, അവിശ്വാസിയായ സ്വതന്ത്രനേക്കാൾ. വലൗ അഅജബക്കും, അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ഉലൈക, ആ കൂട്ടർ, അവിശ്വാസികളായ സ്ത്രീകളും അവിശ്വാസികളായ പുരുഷന്മാരും ഒക്കെ, യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ വല്ലാഹു യദ്ഊ, അല്ലാഹു ആകട്ടെ അവൻ ക്ഷണിക്കുന്നു, ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അപ്പൊ അവര് നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അല്ലാഹു സ്വർഗത്തിലേക്കാണ്. ആ നരകാവകാശികളെ നിങ്ങളെ ഇണകളായി തെരഞ്ഞെടുക്കരുത്. വൽ മഗ്ഫിറ, അതുപോലെ അല്ലാഹു ക്ഷണിക്കുന്നത് പാപമോചനത്തിലേക്കുമാണ്. ബിഇദ്നിഹി, അവന്റെ സമ്മതപ്രകാരം. വയുബയ്യിനു ആയാത്തിഹി, അല്ലാഹു അവന്റെ വചനങ്ങളെ വിവരിച്ചു തരികയും ചെയ്യുന്നു, ലിന്നാസി, ജനങ്ങൾക്ക്, ലഅല്ലഹും യതദക്കറൂൻ, അവർ
ഉത്ബുദ്ധരാവാൻ വേണ്ടി. അല്ല തെങ്കിഹു തതസവ്വജു തെങ്കിഹു തതസവ്വജു നിങ്ങൾ വിവാഹം ചെയ്യരുത് അയ്യുഹൽ മുസ്ലിമൂന വിശ്വാസികളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് അൽ മുശ്രിക്കാത്തി മുസ്ലിം അവിശ്വാസിനികളെ അയൽ കാഫിറാത്ത് അവിശ്വാസിനികളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് ഹത്താ യുഅ്മിന്ന അവർ വിശ്വാസികളാകുന്നത് വരെ. വല അമത്തുൻ മുഅ്മിനത്തുൻ വിശ്വാസിയായ അടിമപ്പെണ്ണ് ഖൈറുൻ അവളാണ് ഉത്തമം മിൻ മുശ്രിക്കത്തിൻ വിശ്വാസിയായ സ്വതന്ത്രയായ ഹുർറത്തിൻ മിൻ മുശ്രിക്കത്തിൻ ഹുർറ സ്വതന്ത്രയായ അവിശ്വാസിയായ പെണ്ണിനേക്കാൾ ഉത്തമം വിശ്വാസിയായ അടിമയാണ്. അവിടെ മിൻ മുശ്രിക്കത്തിൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിശ്വാസിയേക്കാൾ ഉത്തമം വിശ്വാസിയായ അടിമപ്പെണ്ണാണ്. പക്ഷെ മുഫസ്സിർ എന്ത് കൊടുത്തു? ഹുർറ സ്വതന്ത്രയായ അവിശ്വാസി എന്നുദ്ദേശമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹുർറത്ത് എന്ന് തഫ്സീർ കൊടുത്തു. അതെങ്ങനെ ഹുർറത്ത് എന്ന് കിട്ടി? സ്വതന്ത്രയായ അവിശ്വാസിയേക്കാൾ വിശ്വാസിയായ അടിമയാണ് ഉത്തമം എന്നാണ് ഉദ്ദേശമല്ലാതെ അവിശ്വാസിയായ അടിമയേക്കാൾ വിശ്വാസിയായ അടിമയാണ് എന്നല്ല. കാരണം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെങ്ങനെ കിട്ടിയില്ലേ? അന്ന സബബ നുസൂലിഹ ഈ ആയത്തിറങ്ങാനുള്ള കാരണം അൽ ഐബു ആക്ഷേപിക്കലാണ് അലാമൻ തസവ്വജ അമത്തൻ അടിമപ്പെണ്ണിനെ വിവാഹം ചെയ്തവരെ ആക്ഷേപിച്ചതാണ് ഈ ആയത്തിറങ്ങാൻ കാരണം. ചില സഹാബിമാര് അടിമപ്പെണ്ണിനെ വിവാഹം ചെയ്തു. അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്തു? ആക്ഷേപിച്ചു. അതുപോലെ തർഗീബുഹു അവര് പ്രേരിപ്പിക്കലുമാണ് ഫി നിക്കാഹി ഹുർറത്തിൽ മുശ്രിക്ക അവിശ്വാസിയായ സ്വതന്ത്രയായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ ചിലരെന്ത് ചെയ്തു? പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോ വിശ്വാസി ആയ അടിമപ്പെണ്ണിനെ വിവാഹം ചെയ്തപ്പോ ചിലർ ആക്ഷേപിക്കുകയും നിങ്ങൾക്ക് ആരെ കെട്ടിക്കൂടനോ? അവിശ്വാസിയായ സ്വതന്ത്രയായ പെണ്ണിനെ കെട്ടിക്കൂടനോ എന്ന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അതിൽ നിന്ന് മുശ്രിക്കത്തിൽ ഹുർറത്തിൽ എന്ന് കിട്ടും. ലൗ അഅജബതുക്കും അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും. എന്തേ കാരണം? ലിജമാലിഹ അവരുടെ ഭംഗി കാരണമാലോ മാലിഹ അവരുടെ സമ്പത്ത് കാരണമാലൊക്കെ നിങ്ങളിൽ കൗതുകമുണ്ടാക്കിയാലും ശരി. ഫഹാദ ഈ പറഞ്ഞത് മഖ്സൂസുൻ പ്രത്യേകമായതാണ് ബിഗൈരിൽ കിതാബിയ്യാത്ത് കിതാബിയായ പെണ്ണുങ്ങൾ അല്ലാത്തവരെ കൊണ്ട് പ്രത്യേകമായതാണ്. കിതാബിയത്ത് വേദഗ്രന്ഥക്കാർ ജൂത ക്രിസ്ത്യാനികളിലെ സ്ത്രീകളെ എന്ത് ചെയ്യാൻ പറ്റും? വിവാഹം ചെയ്യൽ അനുവദനീയാണ്. അതാണ് കിതാബിയത്ത് വേദഗ്രന്ഥക്കാരി. അപ്പോ മുസ്ലിങ്ങളല്ലാത്തവർ എന്നതില് ആര് പെടൂല? വേദഗ്രന്ഥക്കാര് പെടൂല. അവരെന്ത് ചെയ്യാവുന്നതാണ്? വിവാഹം ചെയ്യാവുന്നതാണ്. വേദഗ്രന്ഥക്കാരെന്ന് പറഞ്ഞാല് എല്ലാ ജൂത ക്രിസ്ത്യാനികളെ അല്ല, നമ്മളെ നാട്ടിലുള്ളവരെയൊന്നും പറ്റൂല. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പിന്നെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ നിബന്ധനയൊക്കെ നോക്കിയാൽ ഇപ്പൊ നമ്മളെ നാട്ടിലുള്ളവരൊന്നും പറ്റില്ല. ഈ ആയത്തി അതെങ്ങനെ അതെവിടുന്ന് കിട്ടി? വൽ മുഹ്സനാത്തു മിനല്ലദീന ഊത്തുൽ കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിലെ പതിവ്രതകളായ സ്ത്രീകൾ അവരെയും വിവാഹം ചെയ്യാമെന്ന് വേറൊരായത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അവിശ്വാസികൾ അവര് സംഗതി അവിശ്വാസികൾ തന്നെയാണ്, നമ്മളെ മത വിശ്വാസികളല്ല, പക്ഷെ അവരെ വിവാഹം ചെയ്യാം. അപ്പൊ ഇവിടെ അവിശ്വാസി കൊണ്ട് ഉദ്ദേശം ആ വേദഗ്രന്ഥക്കാരികൾ അല്ലാത്തവരാണ്. വല തുങ്കിഹു നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. തുസവ്വിജു നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത് അൽ മുശ്രിക്കീന അവിശ്വാസികളായ പുരുഷന്മാർക്ക് അയൽ കുഫാറ അവിശ്വാസികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് അൽ മുഅ്മിനാത്തി എന്തിനെ
വിശ്വാസിനികളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. ഹത്താ യുഅ്മിനു, അവര് വിശ്വസിക്കുന്നത് വരെ. അപ്പോ വിശ്വാസിനികളെ അവിശ്വാസികൾക്കും കെട്ടിച്ചു കൊടുക്കരുത്. വലാബദും മുഅ്മിനുൻ, വിശ്വാസിയായ അടിമ, ഖൈറും മിൻ മുശ്രിക്കിൻ, അവിശ്വാസിയേക്കാൾ ഉത്തമനാണ്. വലൗ അഅജബക്കും, അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ലിമാലിഹി, അവന്റെ സമ്പത്ത് കാരണത്താലോ, വജമാലിഹി, ഭംഗി കാരണത്താലൊക്കെ. ഉലൈക, അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ അയഹ്ലു ഷിർക്ക്, ഷിർക്കിന്റെ ആളുകൾ, യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്താ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ ബിദുആഇഹിം, അവർ ക്ഷണിക്കുന്നതിലൂടെ, ഇലൽ അമലി, ഒരു കർമ്മത്തിലേക്ക്, അൽ മൂജിബിലഹ, നരകത്തെ നിർബന്ധമാക്കുന്ന ഒരു കർമ്മത്തിലേക്ക് അവർ ക്ഷണിക്കുന്നല്ല. അത് അവർ നേരെ നരകത്തിലേക്ക് വന്നിട്ട് ആരും ക്ഷണിക്കുന്നില്ല. അവർ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അവിശ്വാസത്തിലേക്കും ബഹുദൈവാരാധനയിലേക്കൊക്കെ ക്ഷണിക്കുന്നതാണ്. ഇതൊക്കെ എന്തിലേക്ക് നയിക്കുന്നതാണ്? നരകത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ബിദുആഇഹിം ഇലൽ അമലി അൽ മൂജിബി ലഹ, നരകത്തെ നിർബന്ധമാക്കുന്നതായ ഒരു കർമ്മത്തിലേക്ക് അവര് ക്ഷണിക്കൽ മുഖേന. ഫലാ തെലീഖു, അപ്പൊ യോജിക്കൂല, മുനാക്കഹത്തും, അവരുമായിട്ടുള്ള വൈവാഹിക ബന്ധം യോജിക്കൂല. അവര് നരകത്തിലേക്ക് പോവേണ്ട ടീമാണ്, നിങ്ങൾ സ്വർഗക്കാരാണ്. രണ്ടും കൂടി എന്തല്ല, യോജിക്കുന്നതല്ല. വല്ലാഹു യദ്ഉ, അല്ലാഹു ക്ഷണിക്കുന്നു, അലാ ലിസാനി റസൂലിഹി, അവന്റെ ദൂതന്മാരുടെ നാവിലൂടെ. അള്ളാഹു ആരെയും നേരിട്ട് വന്ന് വിളിക്കുകയില്ല, അള്ളാഹു വിളിക്കുന്നത് ദൂതന്മാരിലൂടെയാണ്. ഇലൽ ജന്നത്തി വൽ മഗ്ഫിറ, സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും. അതായത് അയ്യൽ അമൽ മൂജിബി ലഹുമ, ഇവ രണ്ടിനെയും നിർബന്ധമാക്കി തീർക്കുന്ന കർമ്മത്തിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. അള്ളാഹു വിളിക്കുന്നത് ഇസ്ലാമിലേക്കും ഇസ്ലാമിലെ കർമ്മങ്ങളിലേക്കൊക്കെയാണ്. അത് എവിടത്തേക്ക് നയിക്കുന്നതാണ്? നരകമോചനത്തിലേക്ക്, സ്വർഗപ്രവേശനത്തിനും പാപമോചനത്തിനൊക്കെ കാരണമാവുന്ന കാര്യങ്ങളാണ്. ബിഇദ്നിഹി, അവന്റെ കൽപ്പന പ്രകാരം, ഉദ്ദേശപ്രകാരം. ബിഇറാദത്തിഹി, അപ്പൊ ഫതജിബു ഇജാബത്തു, അള്ളാഹുവിന് ഉത്തരം നൽകൽ നിർബന്ധാണ്. എങ്ങനെ? ബിതസ്വീജി ഔലിയാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അവന്റെ സഹായികളെ വിവാഹം ചെയ്തുകൊണ്ട്. യുബയ്യിനു ആയാത്തിഹി, അള്ളാഹു അവന്റെ വചനങ്ങൾ വിവരിച്ചു തരുന്നു. ലിന്നാസി, ജനങ്ങൾക്ക്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ഉത്ബുദ്ധരാവാൻ. യത്തഇദൂൻ, ഉത്ബുദ്ധരാവാൻ വേണ്ടി, ഉത്ബോധനം സിദ്ധിച്ചവർ ആകാൻ വേണ്ടി അള്ളാഹു അവന്റെ വചനങ്ങളെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? വിവരിച്ചു തരികയും ചെയ്യുന്നു. ഓക്കെ, സദഖല്ലാഹുൽ അലിയ്യുൽ അസീം വസദഖ വബല്ലഗ റസൂലഹു الكريم رب العالمين. My God. എന്താ യാസി?